ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വണ്ണം കുറയ്ക്കണം എന്ന് തന്നെ ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഡിസിപ്ലിനിലും ഒരുപാട് നോ പറഞ്ഞുമാണ് നമ്മൾ വണ്ണം കുറയ്ക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് വണ്ണം കുറച്ച് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഒരു കസിൻ്റെ കല്യാണം, അല്ലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അല്ലെ ഒരു ബർത്ത്ഡേ പാർട്ടി. അപ്പം നമ്മൾ ആദ്യമൊക്കെ കുറേ കാര്യത്തിനൊക്കെ നോ പറയും. പക്ഷെ അങ്ങനെ എല്ലാ സോഷ്യൽ ലൈഫ് ഇവൻറ്റ്സിനും നമ്മൾ നോ പറഞ്ഞാൽ പിന്നെ ലൈഫിൽ എന്താ ഒരു രസം അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസിന്റെ പ്രോഗ്രസ് കളയാതെ തന്നെ പുറത്തുപോയി ഹാപ്പി ആയിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ട് വരാം എന്നുള്ളതാണ്. നിങ്ങളുടെ ഗോൾ എന്താന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ ആക്റ്റീവായിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുന്ന ഒരാളാണോ, അതോ നിങ്ങളുടെ വണ്ണമൊക്കെ അത്യാവശ്യം കുറഞ്ഞു നിങ്ങൾക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്ന് മാത്രം നോക്കുന്ന ഒരാളാണോ? ഇനി ഏതായാലും നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പോർഷൻ കൺട്രോളാണ്. അപ്പം നിങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് പോയാൽ, അതായത് ഒരുപാട് വിശന്ന് നിങ്ങൾ ഒരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു പബ്ബിലേക്ക് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ഒരുപാട് ഫുഡ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അത് നിർത്തുന്നതിനായിട്ട് നിങ്ങൾ പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഫ്രൂട്ട്സോ അല്ല വലിയ ഹൈ കാലറി അല്ലാത്ത എന്തെങ്കിലും കുറച്ച് പോപ്കോൺ അല്ല അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഒത്തിരി കഴിക്കാനുള്ളൊരു ആഗ്രഹം വരത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പുണ്ട്. ജനറലി ചിലപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ വീട്ടിൽ ഫുഡൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങൾ പുറത്തായിരിക്കും, നിങ്ങൾ കുറേ നേരമായിട്ട് പുറത്തായിരിക്കും, അപ്പോൾ ഒത്തിരി വിശന്നിരിക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നല്ല വിശന്നാണ്ടിരിക്കുന്നത് ഞാൻ ഒത്തിരി കഴിക്കും എന്നെനിക്ക് തോന്നിയാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് കുറച്ച് വെള്ളം അങ്ങെടുത്ത് ഒരു ഗ്ലാസ് അല്ല ഒരു 3/4 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്ക് കുറച്ചൊരു ഒന്ന് അടങ്ങും, ഒന്ന് ഒതുങ്ങിയിട്ട് പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ആലോചിച്ചിട്ട് എത്ര ഫുഡ് വേണം, അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കാൻ നമുക്ക് ഈ ഒരു ടിപ്പ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലൊരു കാര്യമാണ് എപ്പോഴാണ് മതി എന്ന് പറയാൻ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ബിരിയാണി വാങ്ങിച്ചു, അത് ഒത്തിരി ഉണ്ട്, അത് മൊത്തം അത് അവിടെ ഇരുന്ന് തന്നെ കഴിച്ച് തീർക്കണം എന്ന് നമുക്കൊരു നിർബന്ധവുമില്ല. നിങ്ങൾ വേണ്ടത് കഴിച്ചിട്ട് ബാക്കി പാർസൽ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റുകാരും നമുക്ക് പാർസൽ ചെയ്ത് തരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത നേരം കഴിക്കാം, അതല്ല നിങ്ങൾക്കെല്ലാം കുറച്ചുകൂടെ വിശപ്പുള്ള നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കങ്ങ് കൊടുത്താൽ അവർ കഴിച്ചോളും. അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ്, പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്തിനോടൊക്കെ നമ്മൾ നോ പറയുന്നു. അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് ഒത്തിരി ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള മധുരമുള്ള സാധനങ്ങൾ ഒരുപാട് കഴിക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചാലും ഭയങ്കര പൊളൈറ്റ് ആയിട്ട് തന്നെ വേണ്ട, അതിന് പകരം ഞാൻ ഒന്നുകിൽ ഇച്ചിരി കാലറി കുറഞ്ഞ എന്തെങ്കിലും ജ്യൂസസോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചോളാതെ തീരുമാനിക്കുക. ഇങ്ങനെയൊക്കെ ടിപ്സ് ഉണ്ടെങ്കിലും എൻജോയ് ചെയ്യാൻ മറക്കരുത്. എല്ലാം അതിൻ്റെതായ ഒരു ലിമിറ്റിൽ ഒരു പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എൻജോയ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും നിങ്ങളുടെ ഫാമിലിയുടെയും കൂടെ നല്ലൊരു ടൈമും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. നിങ്ങളും ഹാപ്പി ആയിരിക്കും, അവരും ഹാപ്പി ആയിരിക്കും. വെയിറ്റ് ലോസ് പാടാണ്, എന്നിരുന്നാലും കുറച്ച് ഡിസിപ്ലിനും കുറച്ച് സെൽഫ് കൺട്രോളും കുറച്ച് പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കണ്ടന്റിനായി ഫോളോ ചെയ്യുക. താങ്ക് യു.